ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഏറ്റവും പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. അതെ, തീർച്ചയായും. പ്രേക്ഷകർക്കായിട്ട് അതൊന്ന് വിവരിക്കാമോ? ഇന്ന് നമ്മുടെ നാടകമാണ്. ശ്രീചേട്ടൻ്റെ നാട്ടിൽ കൊട്ടിയം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. ഇവിടെ ഗുരുമന്ദിരം കവലയിലാണ് ആ ക്ഷേത്രം. വന്നതേ ഉള്ളൂ. ഞങ്ങൾ റെസ്റ്റ് എടുക്കുന്നു. നാടകം 8 മണിക്ക് തുടങ്ങും. വളരെ സന്തോഷമുണ്ട്. കാരണം ശ്രീചേട്ടൻ്റെ നാടാണല്ലോ, ഒന്നാമത്തെ കാര്യം നാടാണ്. പിന്നെ കൊച്ചിൻ സംഗമത്തിനെ പോലെ വലിയൊരു സമിതിയിൽ അവരുടെ ഒരു ആർട്ടിസ്റ്റ് ആവാനും അതിൻ്റെ കൂടെ തന്നെ ഇവരെല്ലാവരുമായിട്ട് ഇങ്ങനെ പോകാനും അഭിനയിക്കാനും ഒക്കെ പറ്റിയത് ഒരുപാട് സന്തോഷം. അതുപോലെ ഈയിടെ ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ട്രീസർ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ബാംഗ്ലൂർ ലോഡ്ജ് ഹോം സിനിമാസ് എന്നാണ് അതിൻ്റെ യൂട്യൂബ് ചാനൽ പേര്. അത് ഉടനെ തന്നെ ഇറങ്ങും. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അത് ഇതിൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ആ ട്രീസർ ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് പോസിറ്റീവ് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഹാപ്പി ആയില്ലേ ആ സമയം? ഞാൻ എന്നെ വിളിച്ചത് തന്നെ ഹരിസ് തമ്പി സാർ എന്ന് പറയുന്ന സാറാണ് അതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും ബാംഗ്ലൂർ ലോഡ്ജ് സിനിമാസിൻ്റെ. അപ്പോൾ അദ്ദേഹം വിളിച്ചപ്പം എനിക്ക് ആദ്യം ഞാൻ ഞാൻ ചെയ്താൽ എങ്ങനെ ശരിയാവും, ഇനി എങ്ങനെ എടുക്കും ആൾക്കാർ, സ്റ്റോറിയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അപ്പം ഞാൻ അപ്പോൾ എന്തായാലും അവരാ വിളിച്ചതിന് താങ്ക്സ്. പിന്നെ അതെന്നെ കാസ്റ്റ് ചെയ്ത് അഭിലാഷ് എന്ന് പറയുന്ന ചേട്ടനാണ്, അവരാണ് കാസ്റ്റ് ചെയ്തത്. ഫോട്ടോഷൂട്ട് ഈ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഒരുപാട് പേര്. അതെന്റെ ഫ്രണ്ട് സുജയാണ്, ഞാനത് പറഞ്ഞിട്ടുണ്ട് മുന്നേ ഉള്ള ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സുജയാണത്. ആദ്യമായിട്ട് ചെയ്യുന്നതായിരുന്നു അന്ന് ആ വെഡിങ് ഫോട്ടോഷൂട്ട് ആദ്യമായിട്ട് ചെയ്തതാണ്. സുജയ എന്ന് പറയുന്നത് എന്റെ ഫ്രണ്ടാണ്, അവളാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. അവൾ എന്നെ വെച്ചിട്ട് ചെയ്തതാണ്. അതിനുശേഷം ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ശകുന്തളയായിട്ട്. അത് വെറുതെ ചെയ്തതാണ്, അവളെ ചെയ്യിപ്പിച്ചതാണ്. വെള്ളസാരിയിൽ കാണണമെന്ന് പറഞ്ഞപ്പോ വൈറ്റ് ഉടുത്തല്ലേ ശകുന്തള, അപ്പൊ അങ്ങനെ ഇപ്പൊ കൊട്ടിയത്ത് ആദ്യമായിട്ടാണ് നാട്ടില്? ആദ്യമായിട്ടാണ്. എന്തുവാ കുണ്ടറയിലുണ്ടായിരുന്നു. അവിടെ ഒരു ക്ലബിന്റെ വാർഷികത്തിന് 60ാം വാർഷികത്തിനുണ്ടായിരുന്നു. അതുപോലെ ഇപ്പൊ രണ്ടാമത്തെയാണ് സുചേട്ടന്റെ നാട്ടിൽ രണ്ടാമത്തെ നാടകം. അമ്പലപരിപാടി ഫസ്റ്റ് ആണ്. ചേട്ടന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. ചേട്ടന്റെ അനുഗ്രഹം കൂടെ ഉണ്ടല്ലോ, അതല്ലേ നമുക്ക് സ്റ്റേജിൽ കയറാനും അല്ലെങ്കിൽ ആദ്യമായിട്ടല്ലേ നമ്മളിപ്പോ സ്റ്റേജിൽ കയറി നിൽക്കാനൊരു. പിന്നെ അതുപോലെ സതീഷ് ചേട്ടനെയൊക്കെ പോലുള്ള വലിയ ആർട്ടിസ്റ്റുകളെ, സാവിത്രി ചേച്ചി, മധുചേട്ടൻ, ജോഷി, അങ്ങനെ ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകളോടെ നമുക്ക് നിൽക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു ഭാഗ്യമെന്നേ ഞാൻ കരുതുള്ളൂ. അതെല്ലാം സുധിച്ചേട്ടൻ്റെ അനുഗ്രഹം, ദൈവാനുഗ്രഹം മാത്രം. അന്ന് മുതൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോഴേ സാറ് ചേച്ചിയെ പറ്റി ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതെ, വേറെ നല്ല കഴിവുള്ള ആളാണ് രേണു എന്നുള്ളത് സാറ് പറഞ്ഞിട്ടുണ്ട്. കഴിവ് അതിപ്പോ ഞാനല്ലല്ലോ പറയേണ്ടത്, അതൊക്കെ ദൈവത്തിന്റെ ഒരു ഇതാണ്. അത്രേ ഉള്ളൂ. നമ്മൾ എന്തായി തീരണമെന്ന് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭഗവാൻ ചിന്തിക്കുന്നുണ്ട്. അല്ല, ഭഗവാൻ എന്തായാലും തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് കുട്ടിക്കാലത്തൊക്കെ ഈ മോണാക്ട് അങ്ങനെ മോണാക്ടല്ലായിരുന്നു, കുഞ്ഞിലെ തൊട്ട് നാടകപ്രേമമായി ഭയങ്കര ഇഷ്ടമായിരുന്നു. നാടകം 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ചങ്ങനാശ്ശേരി അണിയറയുടെ നാടകം അമ്മ വീടിന്റെ അടുത്ത് വരുമ്പോഴത്തേന് കുട്ടിയിരുന്ന് കാണാം. അന്നൊക്കെ ഇന്റർവെല്ലും 2-3 മണിക്കൊക്കെ എത്തിയിരുന്നു വെളുപ്പിന്. ഫ്രണ്ട് ചെന്നിട്ട് ഇങ്ങനെ നോക്കിയിരുന്നാണ്. ഭയങ്കര ഇഷ്ടമായിരുന്നു നാടകം. സിനിമ കാണുന്നതിനേക്കാൾ കൂടുതൽ നാടകം ഇങ്ങനെ അടുത്ത, കാരണം ഇവരടുത്തല്ലേ, നമുക്ക് നേർക്ക് നേരെയല്ലേ അഭിനയിക്കുന്നത്. അപ്പൊ ഡയലോഗ് പ്രസൻസ്, ആ ലൈറ്റ് വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ കൗതുകത്തോടെയായിരുന്നു നോക്കിയിരുന്ന് കാണുന്നത്. കുഞ്ഞിനെ തൊട്ട് ഇഷ്ടമായിരുന്നു നാടകം അഭിനയിക്കണം. ഉള്ളിലൊരു ചെറിയ മോഹം ഉണ്ടായിരുന്നു നാടകം. അത് പോകണിഞ്ഞത് ഇപ്പോഴാണ്. സുധിച്ചേട്ടൻ അത് കാണാൻ പറ്റിയില്ല. അതാണ് ഞാൻ ഏട്ടനോട് പറയാമായിരുന്നു, പണ്ടൊക്കെ പറയാൻ നാടകം ഇഷ്ടമാണെന്ന് പറയായിരുന്നു. അപ്പം ചേട്ടൻ്റെ കൂടെ അഭിനയിച്ച ഒരു സ്കിറ്റിലൊക്കെ പല സ്കിറ്റുകളിലൊക്കെ അഭിനയിച്ചൊരു ചേച്ചി ഗീതു എന്ന് പറഞ്ഞ ചേച്ചി കൊല്ലം അനശ്വരയിലെ ആർട്ടിസ്റ്റാണ്. ചേച്ചിയാണ് എൻ്റെ നമ്പർ മേടിച്ചതും ഇങ്ങനെ നാടകക്കാർക്ക് ഇങ്ങനെ നാടകത്തിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം എന്നുള്ള രീതിയിൽ ചേച്ചിയാണ് ഇവരെയൊക്കെ പരിചയപ്പെടുത്തിയതും സതീഷ് ചേട്ടൻ വിളിച്ചതും ഒക്കെ. മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു? 2 പേരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. അമ്മ എല്ലാവരും. ഈ സ്റ്റാർ മാജിക് ഇപ്പൊ നിർത്തിയല്ലോ? സ്റ്റാർ മാജിക് നിർത്തിയെന്നാണ്. അതെ, ലക്ഷ്മി നക്ഷത്രമായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. ഫ്രീ ഒക്കെ ആകുമ്പോൾ മെസ്സേജ് അവരെല്ലാരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. എല്ലാവരും ബിനിച്ചേട്ടൻ്റെ വൈഫൊക്കെ ആണെങ്കിലും മെസ്സേജ് ഒക്കെ ഫ്രീ ആകുമ്പോഴത്തേക്ക്. ഇപ്പൊ പുതിയതായിട്ട് പ്രോഗ്രാംസ് തുടങ്ങിയല്ലോ? നാടകമാണ്. അടുത്തത് എനിക്ക് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. ഇപ്പം ഇന്ന് വൈകിട്ട് ഡേറ്റ് തരത്തു. ഇനിയിപ്പോ സിനിമയിലേക്ക് അല്ല ചേച്ചി ചാൻസ് വന്നാല് പറഞ്ഞിട്ടുണ്ടോ?
കുഴപ്പമില്ല. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ ഇങ്ങനെ അങ്ങ് പോകും. നാടക ജീവിതം എങ്ങനെയുണ്ട്? നാടകം എനിക്ക് വളരെ ഇഷ്ടമാണ്. നാടകം അഭിനയിക്കുന്നത് ഇപ്പം നമ്മൾ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. ഇത് നമ്മൾ ഒരുപാട് 25-30 വർഷമൊക്കെ അഭിനയം ഉള്ളവരൊക്കെ ഇല്ലേ കൂടെ അഭിനയിച്ച് നമ്മൾ ഫസ്റ്റ് ആയതുകൊണ്ട് നമ്മളത് ആസ്വദിച്ചാണ് ചെയ്യണത്. അതാണ് എൻ്റെ ഒരു മനസ്സിലൊരിത്. നമ്മൾ ആസ്വദിച്ചാണ് നാടകം ചെയ്യുന്നത്. മോന്റെ മൂത്ത മകന്റെ സപ്പോർട്ട് എങ്ങനെയാണ്? അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്മ എൻ്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു, അമ്മ നാടകമൊക്കെ എങ്ങനെ പോകുന്നു? അവൻ ക്രിസ്മസിന് അവധിക്ക് അമ്മ നാടകമൊക്കെ എങ്ങനെ പോകുന്നു? എനിക്ക് കുഴപ്പമില്ലടാ. അല്ലാതെ അധികം ഒന്നും ചോദിക്കുന്നു പറയുന്നത്. ഇടയ്ക്ക് വെച്ച് ചേച്ചി രണ്ടാമതൊരു വിവാഹം ഉണ്ടാകും എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അതില്ല, ഒരിക്കലും ഇല്ല. ഇനിയും പറയാണ് വിവാഹം ഇല്ല. ഞാൻ അന്ന് പറഞ്ഞല്ലോ, ഇനിയിപ്പം നാളെ ഉണ്ടാവോ ഇല്ലയോ എന്നില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞില്ല, അത് ഇതുവരെ ഇല്ല. ശരി.